വിവാഹ തടസ്സത്തിന് പരിഹാരങ്ങൾ ഒരുപാട് പലതരത്തിൽ പറയുന്നുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ തടസ്സമല്ലേ, ഗണപതി ഭഗവാന് ലക്ഷ്മി വിനായക പൂജ നല്ലതാണ്. പിന്നെ ദേവീക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി, ചുവന്ന പട്ടും താലിയും നടക്കി വെച്ച് പ്രാർത്ഥിക്കുക, ഇങ്ങനെ സാമാന്യമായിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. വിവാഹ തടസ്സം വളരെ വേഗം മാറി ഫലമുണ്ടാകുന്നതിന് ഏറ്റവും ശക്തമായ ഒരു കർമ്മമുണ്ട്. അത് നിങ്ങളുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടതാണ് മംഗളഗൗരി പൂജ. ഏതാണ് ഈ മംഗളഗൗരി പൂജ അല്ലെങ്കിൽ മംഗളഗൗരി മന്ത്രം? ഹിമവാന്റെ പുത്രിയായ പാർവതി പരമശിവനെ തൻ്റെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി ഹിമവാന്റെ മടിത്തട്ടിൽ ഹിമാലയ താഴ്വരയിൽ തപസ്സനുഷ്ഠിച്ചതായിട്ട് ശിവപുരാണം പറയുന്നു. പാർവതി ദേവി ശിവനെ തൻ്റെ വരനായി ലഭിക്കുന്നതിന് തപസ്സു ചെയ്തത് മംഗളഗൗരി ഭഗവതിയെ ധ്യാനിച്ച് മംഗളഗൗരി മന്ത്രം ജപിച്ചിട്ടാണ്. അപ്പോൾ ആരാണ് ഈ മംഗളഗൗരി? മഹാത്രിപുര സുന്ദരിയുടെ അതിശക്തമായ അവതാര ഭാവമാണ് മംഗളഗൗരി. ഈ മംഗളഗൗരിയെ ധ്യാനിച്ച് ആ മംഗളഗൗരി മന്ത്രം നിരന്തരം ജപിച്ച് ഉപാസന ചെയ്തിട്ടാണ് പാർവതീദേവി പരമശിവനെ നേടിയെടുക്കുന്നത്. അത്ര ശക്തമായ ഉപാസനാ മന്ത്രമാണ് മംഗളഗൗരി മന്ത്രം. അപ്പോൾ ഇങ്ങനെയുള്ള മംഗളഗൗരി മന്ത്രം അടിസ്ഥാനമാക്കിക്കൊണ്ട് മംഗളഗൗരി ദേവിയെ കളം വരച്ച് ആവാഹിച്ച് സപരിവാര പൂജ ചെയ്ത് വിവാഹ തടസ്സം നീക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ തർപ്പണ കർമ്മത്തോടു കൂടിയ ചടങ്ങാണ് മംഗളഗൗരി പൂജ. ഇത് നിങ്ങളുടെ നക്ഷത്രവും രാശിയും അനുസരിച്ച് നല്ല നാളും തിഥിയും നോക്കിയെടുത്ത് വ്രതത്തോടു കൂടി ഇത് ചെയ്താൽ വളരെ വേഗം ഫലപ്രാപ്തി വരും.